ഹായ്, ഇന്ന് നമുക്കൊരു റെസിപ്പി വീഡിയോ അല്ല ടെസ്റ്റിമോണിയൽസ് കമ്പൈൽ ചെയ്തിട്ട് വീഡിയോ ഉണ്ടാക്കിയേക്കാണ്. ഇനി തൊട്ട് ഇതുപോലെ കമ്പൈൽ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റിമോണിയൽ വീഡിയോസ് ഇടാമെന്ന് ഓർത്തു. കാരണം റെസിപ്പി വീഡിയോൻ്റെ തുടക്കത്തിൽ ഇടുമ്പോൾ പലരും കാണാതെ പോകുന്നുണ്ട്, അവരുടെ ടെസ്റ്റിമോണിയൽസ് ലോസ്റ്റായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഇനി തൊട്ട് ഇങ്ങനെ ചെയ്യാം. ആദ്യം നമ്മുടെ ടെസ്റ്റിമോണിയൽസ് കറിവേപ്പില ചമ്മന്തി ട്രൈ ചെയ്തിട്ട് ഫോട്ടോ അയച്ചിരിക്കുന്നു ഷീന. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നോസ്റ്റാൾജിയ തോന്നി എന്ന് പറഞ്ഞതിൽ എനിക്കും ഒരുപാട് സന്തോഷം. കാരണം ഇത് കഴിക്കുമ്പോൾ എനിക്കും എൻ്റെ കോളേജ് ഡേയ്സ് ഓർമ്മ വരാറുണ്ട്. ഇത് പാക്ക് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ താങ്ക് യു ഷീന. പിന്നെ ഇവിടെ നമ്മുടെ ബട്ടർ ചിക്കൻ പിസ്സ റെസിപ്പി ട്രൈ ചെയ്തു ഫൈസലും വൈഫും. പക്ഷേ ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ടാക്കി, നല്ല പിസ്സ റീത്ത് ഷേപ്പിലുണ്ടാക്കി, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. പിന്നെ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന നെയ്ച്ചോറിന് പറ്റിയ ആ ബ്ലാക്ക് പെപ്പർ ചിക്കൻ കറി ട്രൈ ചെയ്തിട്ട് ഫോട്ടോ അയച്ചിരിക്കുന്നു മുഹമ്മദ് മുസ്തഫ. നെയ്ച്ചോറും ഈ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. പിന്നെ ഇവിടെ നമ്മുടെ ഇൻഡോ ചൈനീസ് റെസിപ്പിയായ ഹോട്ട് ഗാർലിക് ചിക്കൻ ട്രൈ ചെയ്ത് ഫോട്ടോ അയച്ചിരിക്കുന്നു സലാം. ഒരുപാട് റെസിപ്പീസ് പരീക്ഷിക്കാറുണ്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. തലശ്ശേരി ബിരിയാണി ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കി, ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നല്ല റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാൻ തന്നെ ട്രൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം. കൊത്തു പൊറോട്ട നന്നായി കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. നസിറുദ്ദീൻ ഫോട്ടോ അയച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനിയും റെസിപ്പീസ് കാണണം, ഫോട്ടോസും അയക്കണം. പിന്നെ സലീം PK ഒരുപാട് റെസിപ്പീസ് മുമ്പും ട്രൈ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മുടെ മട്ടൻ മന്തി റൈസ് ട്രൈ ചെയ്ത് അതും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് താങ്ക് യു. ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, എൻ്റെ പ്ലേറ്റിംഗ് പോലെ തന്നെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അത് എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ നമ്മുടെ ഇടിയപ്പം വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്തിരിക്കുന്നു സക്കീനത്ത് ബീബി. ഉണ്ടാക്കിയിട്ട് നന്നായിട്ടുണ്ട്, നല്ല ഫോട്ടോ ആണ്, നല്ല പ്ലേറ്റും ആണ്. താങ്ക് യു. പിന്നെ നമ്മുടെ ഈസി കേരള ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്തിട്ട് ഫോട്ടോസ് അയച്ചിരിക്കുന്നു അസ്ലിൻ ആൻഡ് ബൽവിന്ദർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ സന്തോഷം. പിന്നെ ഇവിടെ എൻ്റെ സ്വന്തം ഫേവറേറ്റ് മദർ ആൻഡ് ഡോട്ടർ കുക്കിംഗ് കോംബോ അനിതയും ആര്യയും നമ്മുടെ മാർബിൾ കേക്ക് പുഡിംഗ് റെസിപ്പി ട്രൈ ചെയ്തു. അതിൻ്റെ ഫോട്ടോ അയച്ച് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ സന്തോഷം. അതുപോലെ തന്നെ തേങ്ങ അരച്ച മീൻ കറി, അതും നന്നായി വന്നു എന്ന് പറഞ്ഞതിൽ ഹാപ്പി. പിന്നെ നമ്മുടെ ചില്ലി പെപ്പർ പ്രോൺ റെസിപ്പി അതും ട്രൈ ചെയ്തിട്ടുണ്ട് അനിതയും ആര്യയും. അത് കഴിച്ചു, ഡിലീഷ്യസ് ആയിരുന്നു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് അനിത ആൻഡ് ആര്യ. ഇനി ഇവിടെ ബിരിയാണി മേളയാണ്. ആദ്യം നമ്മുടെ തലശ്ശേരി ചിക്കൻ ബിരിയാണി അബ്ദുൽ അഹദ് ട്രൈ ചെയ്തിട്ട് നല്ല ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. ഒരുപാട് ബാച്ചിലേഴ്സ് താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലാണ് അബ്ദുൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനിയും റെസിപ്പീസ് ട്രൈ ചെയ്യണം, ഫോട്ടോ അയക്കണം. പിന്നെ നമ്മുടെ മലബാർ ഫിഷ് ബിരിയാണി ട്രൈ ചെയ്തിട്ട് ഫോട്ടോ അയച്ചിരിക്കുന്ന ആതിര അമ്മു. ആതിര ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങിയത് എൻ്റെ വീഡിയോസ് കണ്ടിട്ടാണെന്ന് അറിഞ്ഞു. തലശ്ശേരി ചിക്കൻ ബിരിയാണിയും പരീക്ഷിച്ചിട്ടുണ്ട്, അതും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അമ്മ ഫിഷ് മാത്രം കഴിക്കുള്ളൂ, അതുകൊണ്ട് ഈ ബിരിയാണി ഇന്നുണ്ടാക്കി. നല്ല ഭംഗിയുണ്ട് കാണാൻ, നന്നായിട്ടുണ്ട്. അതിനെ പറയുന്നു ഗോഡ് ബ്ലസ് യു ഇത്ത ഷാനത്ത, ഐ ലവ് യു എന്ന്. അപ്പം എനിക്കെന്താ പറയാനുള്ളത്, ഐ ലവ് യു ടു. ശരിക്കും നല്ല സന്തോഷമുണ്ട് കേട്ടോ. ആൻഡ് വൺസ് അഗൈൻ നമ്മുടെ മലബാർ ഫിഷ് ബിരിയാണി റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഈ ഫോട്ടോ അയച്ചിരിക്കുന്നത് നാസിയ കോയക്കുട്ടി. അബുദാബിയിൽ നിന്നാണ് നാസിയ ഈ ഫോട്ടോ അയച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് പ്രോൺസ് ബിരിയാണിയും ട്രൈ ചെയ്തു, അതും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ സന്തോഷം. പിന്നെ ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടിയെന്ന് അറിയുമ്പോൾ എനിക്കും അത് സന്തോഷമുണ്ട്. നമ്മുടെ മലബാർ ഫിഷ് ബിരിയാണി പിന്നെയും ഒരാൾ ട്രൈ ചെയ്തിട്ടുണ്ട്, ഫൈസൽ ഗീത്തെടുക്ക. ഈ നല്ല ഭംഗിയുള്ള ഫോട്ടോ അയച്ചിട്ടുണ്ട്. എനിക്കിതൊക്കെ കണ്ടിട്ട് നല്ല വിശപ്പ് കയറുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഇട ഇട്ടിരുന്ന മലബാർ ചിക്കൻ ബിരിയാണി റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഈ ഫോട്ടോ അയച്ചിരിക്കുന്നത് ജെനിഷ് വാട്സൺ. തമിഴ്നാട്ടിൽ നിന്നാണ് ഈ ദം ബിരിയാണി റെസിപ്പി ട്രൈ ചെയ്ത് വീട്ടിലുണ്ടാക്കി, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനിയും റെസിപ്പീസ് കാണണം, ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ റാസ് സ്പെഷ്യൽ കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്ത് ഫോട്ടോ അയച്ചിരിക്കുന്നു സമീഹ.
മലപ്പുറംകാരിയാണ് സമീഹ. ഇപ്പോൾ യുണൈറ്റഡ് കിങ്ഡമിൽ നിന്ന് ഈ ഫോട്ടോ അയച്ചിരിക്കുന്നു. നല്ല ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ പ്ലേറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഹസ്ബൻഡിന് ഈ ബിരിയാണി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിനും ഒരുപാട് സന്തോഷം. ഇനിയും റെസിപ്പീസ് ട്രൈ ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്. പിന്നെ തലശ്ശേരി ബീഫ് ബിരിയാണി ട്രൈ ചെയ്തിട്ട് ഫോട്ടോ അയച്ചിരിക്കുന്നത് ഷിയാസ് ഈ നല്ല കണ്ണിലിട്ട അടുപ്പത്ത് ഈ ബിരിയാണി ഉണ്ടാക്കിയ ഫോട്ടോ അയച്ച എല്ലാവരും കൊതിപ്പിക്കാനല്ലേ. നന്നായിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ടുണ്ടെന്ന്. നല്ല രസമുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എൻ്റെ വക ഒരു ബിഗ് താങ്ക് യു. നിങ്ങളുടെ ഫോട്ടോസ് കാണുമ്പോഴാണ് പിന്നെയും നല്ല റെസിപ്പീസ്, എൻ്റെ കുറേ സീക്രട്ട് സ്റ്റാഷ് ഉണ്ട് എൻ്റെ കയ്യിൽ, അതിൽ നിന്ന് ഓരോന്ന് എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ തോന്നുന്നത് നിങ്ങളുടെ ഈ കമൻസും നിങ്ങളുടെ ലെറ്റേഴ്സും മെസ്സേജസും ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ തന്നെയാണ്. ഇടയ്ക്ക് സ്ലോ ആവാറുണ്ട്, വീട്ടിലത്തെ ഓരോ കാര്യങ്ങളിങ്ങനെ എന്നെ പുള്ളി ചെയ്യണ കാരണം ഇടയ്ക്ക് സ്ലോ ആവാറുണ്ട്. എന്നാലും മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് റെസിപ്പീസ് മുടങ്ങാതെ ഇടാൻ. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഷാന.